വെൽക്കം ബാക്ക് ടു TCS Eduവേൾഡ്. വളരെയധികം കാലമായി ഞാൻ നിങ്ങളുമായി സംസാരിച്ചിട്ട് വൈ സ്വീഡൻ എന്നുള്ള ക്വസ്റ്റ്യൻ എനിക്കിപ്പം വളരെയധികം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി ലാസ്റ്റ് ഇയർ IELTS ഇവിടെ CBSE അല്ലാതെ വരുന്ന സ്റ്റുഡൻസിന് IELTS നിർബന്ധമാക്കിയപ്പോഴത്തേക്കും എന്തുകൊണ്ട് സ്വീഡൻ എന്നുള്ള കുറെ ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അപ്പൊ ഇപ്പൊ നമുക്ക് സ്വീഡൻ എന്നുള്ള കൺട്രി നിങ്ങൾ ഒരു ഹയർ എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ എന്തിന് ഇവിടെ വരണം എന്നുള്ള ക്വസ്റ്റ്യൻസിന് ഞാനൊരു സീരീസ് തന്നെ തുടങ്ങാൻ ആലോചിച്ചിരിക്കുകയാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഫസ്റ്റ് ഓഫ് ഓൾ പേരന്റൽ ബെനിഫിറ്റ്സിനെ പറ്റി സംസാരിക്കാൻ വിചാരിച്ചത്. സ്വീഡൻ ഈസ് വൺ ഓഫ് ദ കൺട്രീസ് വിച്ച് ഗിവ് യു ദ മാക്സിമം പേരന്റൽ ബെനിഫിറ്റ്സ്. അതായത് നിങ്ങൾക്കൊരു കുട്ടി ഇവിടെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഫ്രം ബർത്ത് ടോട്ടൽ 480 days ഓഫ് പേരന്റൽ ലീവ് ആണ് അച്ഛനും അമ്മയ്ക്കും ബോത്ത് പേരൻസിനും കൂടെ കിട്ടാൻ പോകുന്നത്. ഈ 480 days ഈസ് ഷെയർഡ് ബിറ്റ്വീൻ 240 days ആൻഡ് 240 days, ലൈക്ക് ഫാദറിന് 240 മദറിന് 240 എന്ന രീതിയിൽ നമുക്ക് ഷെയർ ചെയ്യാം. ഇനി ഇതല്ല ഒരാൾക്ക് ഒരു പേരന്റിന് ഇത് മറ്റേ പേരന്റിന് കുറേയും കൂടെ കൂടുതൽ കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പേരന്റിന് മിനിമം 90 days എടുത്ത് ബാക്കി 150 days അവർക്കുള്ളതും കൂടെ മറ്റേ പേരന്റിന് കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. ഇനി ഈ ഔട്ട് ഓഫ് 480 days പേരന്റൽ ലീവില് 390 days ഹൈലി പെയ്ഡ് ആണ്. ഹൈലി പെയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻകം ബേസ് ചെയ്ത് അതിന്റെ ഓൾമോസ്റ്റ് 80% ഓഫ് ദ ഇൻകം നിങ്ങൾക്ക് ഈ 390 days നിങ്ങൾക്ക് പേയ്മെന്റ് വരും. ലൈക്ക് ഒരു സാലറിഡ് ആയ ഒരാൾക്ക് ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോഴത്തേക്ക് അവർ ആ കുട്ടിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് ബേസിക്കലി ഒരു 80% ഇൻകം കിട്ടാന്ന് വെച്ചാൽ ചെറിയ കാര്യമല്ല. ബാക്കിയുള്ള 90 days ബേസിക് പേ ആയിരിക്കും. അതായത് ഏകദേശം ഒരു 180 Swedish crowns പെർ ഡേ ആണ് ബാക്കിയുള്ള ദിവസങ്ങളിലേക്ക് വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് സ്വീഡനിലെ പേരന്റൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങളായിട്ട് പറയാനുണ്ട്. അപ്പം അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ കോൺടാക്ട് മീ ത്രൂ മൈ വാട്സ്ആപ്പ് +4676 158 9514. താങ്ക് യു ഫോർ വാച്ചിങ്.